ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന പോളയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഇതിനായി 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പാൻ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഇനി നേരത്തെ മുറിച്ച് വെച്ച പഴം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ പഞ്ചസാര ഇടുന്നതിന് മുന്നേ തന്നെ പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഓയിൽ, ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ടിയിൽ ആക്കിയെടുക്കുക. ഒരു പാൻ വെച്ച് അതൊന്ന് 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മേൽ ഈ പാൻ വെക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ എല്ലാം നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.